JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുള്ള ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. PSCയുടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനായ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് കൂടാതെ പിയൂൺ അറ്റൻഡന്റ് തസ്തികകളിലേക്കുള്ള NCA നോട്ടിഫിക്കേഷൻ നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്തതാണ്. പലരും അങ്ങനെ ധാരാളം അവസരങ്ങൾ സംവരണ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 42 ആണ്. 1982 വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള തസ്തികകളിലേക്ക് എല്ലാം തന്നെ വിജ്ഞാപനങ്ങൾ വരാറുണ്ട്. പൊതുവെ ഉദ്യോഗാർത്ഥികൾ ഒന്നും തന്നെ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നോട്ടിഫിക്കേഷനുകളൊന്നും അപേക്ഷകരുടെ എണ്ണവും കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള തസ്തികകളാണ് ഞാൻ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പറ്റിയതായ ചെറിയ ക്വാളിഫിക്കേഷനിൽ അപേക്ഷിക്കാൻ പറ്റിയതായ നോട്ടിഫിക്കേഷനാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. കാരണം വെച്ചാൽ പലർക്കും അറിയാൻ വയ്യാത്ത ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ തസ്തികകളാണ് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യത്തേത് കാറ്റഗറി നമ്പർ 172/2025, 173/2025. അതിൻ്റെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറഞ്ഞാൽ 16/7/2025 ആണ്. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ വേരിയസ് ആണ്. ഡ്രൈവർ ഗ്രേഡ് ടു LDV, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് LDV ആണ്. അപ്പോൾ അതിൻ്റെ സ്കെയിൽ ഓഫ് പേ 25,100, 57,900 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ഡിസ്ട്രിക്ട് വൈസ് ആണ്. അത് മലപ്പുറം, വയനാടാണ് ഓരോ വേക്കൻസിയാണ് നിലവിൽ ഉള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഈ NCA നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഏത് കാറ്റഗറിക്കാരാണ് അപേക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് നോക്കാം. അതിൻ്റെ യോഗ്യതയെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. അതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 42 ആണ്. കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 2/1/1983 ആൻഡ് 1/1/2007. ബോത്ത് ഡേറ്റ്സ് ഇൻക്ലൂഡഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്. അപ്പോൾ 1983-നും 2007-നും ഇടയ്ക്കുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് പാസ് ഇൻ സ്റ്റാൻഡേർഡ് 7 തേർഡ് ഫോം ആണ്. അതുപോലെ തന്നെ മസ്റ്റ് possess valid driving license of 3 years standing to drive a light motor vehicle with a driver's badge. Proficiency in driving light motor vehicle which is to be proved by a practical test, H-test and road test conducted by Kerala Public Service Commission during the course of selection. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത്. ഇതിലേക്ക് യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ജൂലൈ 16 വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. അടുത്ത നോട്ടിഫിക്കേഷൻ വേറെ ഒന്നുകൂടി ഉണ്ട്. അത് പാർട്ട് 1 ജനറൽ കാറ്റഗറിയാണ്. അതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ 133/2025 ആണ്. അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരളയാണ്. പ്യൂൺ അറ്റൻഡർ ആണ് നെയിം ഓഫ് പോസ്റ്റ്. അതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 4220, 10,180 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് മുസ്ലിം 1 ആണ്. അതിൻ്റെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഫോർ എലിജിബിൾ കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു ദ മുസ്ലിം കമ്മ്യൂണിറ്റി. അതുപോലെ തന്നെ അതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 43 ആണ്. ഇവിടെ ശ്രദ്ധിക്കണം, കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 2/1/1982 ആൻഡ് 1/1/2007. ബോത്ത് ഡേറ്റ്സ് ഇൻക്ലൂഡഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് പാസ് ഇൻ സ്റ്റാൻഡേർഡ് 7 ആണ്. അതുപോലെ തന്നെ നോളജ് ഓഫ് സൈക്ലിംഗ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആൻഡ് വുമൻ കാൻഡിഡേറ്റ്സ് ആർ എക്സംപ്റ്റഡ് ഫ്രം സൈക്ലിംഗ്. അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റും 18 to 43 ആണ്. 1982-നും 2007-നും ഇടയ്ക്കുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം നോട്ടിഫിക്കേഷനുകൾ PSC വരാറുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷനിലൊക്കെ തന്നെ കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. സംവരണ വിഭാഗങ്ങൾക്ക് വേണ്ടി NCA നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷനൊക്കെ ശ്രദ്ധിച്ച് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഇതിനകത്ത് യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.